हेलो बच्चों, हाय नमस्ते, वेलकम बैक टू एजुपोर्ट। तो आने वाला है हमारे क्या ആനുവൽ എക്സാം. നമ്മുടെ ആനുവൽ എക്സാം വരാറായിട്ടുണ്ട്. +1 ഹിന്ദിയിൽ നല്ലൊരു മാർക്ക് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മാർക്ക് 10 മിനിറ്റിൽ ഞാൻ പറഞ്ഞുതരാം. സോ 10 മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുമ്പായിട്ട് ഞാനിത് പറഞ്ഞുതരാം. സോ 10 മാർക്ക് വാങ്ങാനുള്ള കാര്യമാണ്. 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക സർ ജി 10 മാർക്കിൽ कहाँ से सवाल आता है. 10 മാർക്കിന് എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്? 10 മാർക്ക് जो सवाल नहीं आते हैं मगर 10 മാർക്ക് कैसे लगा सकते हैं मैं अभी बोलता हूँ. എങ്ങനെയാണ് 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരത്തില്ല, മറിച്ച് 10 മാർക്ക് എങ്ങനെ വാങ്ങാം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 2 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വെച്ചോളൂ. ഈ 2 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിന് ചോദിക്കുന്നതാണ്, മറ്റൊരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിക്കുന്നതാണ്. ആ 6+4 ഈസി ആയിട്ട് 10 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ +1ന്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എജുപോർട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കാം. മോർ അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ എല്ലാവരും सब लोग पढ़ लेने के सब लोग पढ़ते हैं, ठीक है, सब लोगों को जो पढ़ने दो, है ना, सब लोगों को जो पढ़ने दो, എല്ലാവരും പഠിച്ചോട്ടെ. सो ठीक है बच्चों, इस वीडियो का अभी तक लाइक नहीं किया तो लाइक करो, अपने दोस्तों के साथ भी शेयर करो. तो बोल दिया मैंने. सो रेडी അല്ലേ? ഒന്ന് ലൈക്ക് അടിച്ചോളൂ. സോ ठीक है, फटाफट വീഡിയോ की ओर चलते हैं. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 6 മാർക്കിന്റെ ഹൈ പ്രയോറിറ്റിയിലേക്ക് തന്നെ നമുക്ക് കടന്നാലോ. 6 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ സംക്ഷേപ് ലേഖനം എന്ന് പറയുന്നത്. സോ സംക്ഷേപം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്തൊക്കെയാണ്? സംക്ഷേപം എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് ഒരു പാരഗ്രാഫ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചോദ്യ നമ്പർ തന്നു, 18 17 എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്പർ തന്നു, ഇത് 19 ഓക്കെ 19 ക്വസ്റ്റ്യൻ നമ്പർ സംക്ഷേപണം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സംക്ഷേപണം എന്നിട്ട് വലിയൊരു പാരഗ്രാഫാണ്. നമ്മൾ പഠിച്ചുള്ള ഒരു പാഠഭാഗത്തിന്റെ ഏകാന്ത് ശ്രീവാസ്തവിന്റെ ആണോ ഏതിലാണ് മനസ്സിലാകുന്നത്? ഏതിലാണെന്താ ഏക വൃദ്ധ സാമ്പ്രാന്ത് മഹിള നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു അല്ലേ. സോ അതിലെന്താണ് ഒരുപാട് 5 പേരുടെ ഇൻസിഡൻസ് ആണ് അവിടെ. 5 ആണോ 6 ആണോ എത്ര പേരുടെ ഇൻസിഡൻസ് ആണ് അറിയുന്നവരൊന്ന് കമന്റിൽ പെട്ടെന്ന് പറഞ്ഞ് എത്ര ഇൻസിഡൻസ് ആണ് നമ്മൾ ആ ഒരു പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇത് ഏത് പാഠഭാഗത്തിലെ ഇൻസിഡന്റ് ആണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഏതാണ്? ആനന്ദ് കി ഫുൽചെടി അല്ലേ? ആനന്ദ് കി ഫുൽചെടി ആണ്. ഏകാന്ത് ശ്രീവാസ്തവാണോ? ആണോ? ഏക് വൃദ്ധ സംഭ്രാന്ത് മഹിള റെയിൽഗാഡി സെ സഫർ കർ രഹി തീ. ഒരു വൃദ്ധയായിട്ടുള്ള സംഭ്രാന്ത് മഹിള എന്താണ് റെയിൽഗാഡിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ് എന്ന രീതിയിൽ എന്താണ് നമുക്കൊരു പാരഗ്രാഫ്, വലിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സംക്ഷേപം നോട്ട് ചെയ്ത് വെച്ചോളൂ. സംക്ഷേപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ട് തന്നതിനെ അങ്ങ് വലിപ്പിച്ച് വീണ്ടും വലുതാക്കിയിട്ട് 2 പേജ് എഴുതുന്ന എല്ലാ സംക്ഷേപം. ഈ തന്നതിനെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കുക എന്നാണ്, വളരെ ക്രിസ്പായിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ്. ഈ തന്നതിനില്ലേ, ഈ തന്നതിനെ മറ്റൊരാൾക്ക് എന്താണ് വളരെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾ അറിയുന്ന തന്നെയാണല്ലേ. ഒരു വർഷം നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് കേട്ടതായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്താണ് 2 മണിക്കൂറോ 5 മണിക്കൂറോ 6 മണിക്കൂറോ ഒക്കെ ഒരു മാരത്തോൺ ലൈവിൽ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം ഈ വലിയൊരു പാരഗ്രാഫിനെ ഏറ്റവും ചെറിയ പാരഗ്രാഫായിട്ട് മുന്നിലിരിക്കുന്ന ആൾക്ക് ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും വളരെ പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ ഷോർട്ട് ആക്കുന്നതിനാണ് സംക്ഷേപണം എന്ന് പറയുന്നത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. റെഡി അല്ലേ? ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കുന്നതിനാണ് സംക്ഷേപണം എന്ന് പറയുന്നത്. സോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തന്ന ഈ ഒരു വലിയ പാരഗ്രാഫിനെ കൊണ്ടുപോയിട്ട് ഈ 2 പേജൊക്കെ എഴുതരുത്. അതുപോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം പലർക്കും ഈ ഒരു വീഡിയോ കാണുന്ന പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സംക്ഷേപണ വലിയ 2 പേജൊക്കെ ആക്കി എഴുതിയവരുണ്ടാവാം. സോ അങ്ങനെയുള്ളവർക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ടീച്ചർ 1 മാർക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് അല്ലേ. അങ്ങനെ തന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്ന് കമന്റ് ബോക്സിൽ പറയാം അല്ലേ. സോ പഠായി കെ സാത്ത് തോടാ സാ മസ്തി ബി. റെഡി? സോ അതിന്റെ കൂടെ തന്നെ എന്താണ് ഈ ഒരു സംക്ഷേപം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കണം. സോ ഇവിടെ എന്താണ് വൃദ്ധ സാമ്രാന്ത് മഹിള എന്താണ് റെയിൽഗാഡിയിലേക്ക് യാത്ര ചെയ്യാണ്. ആംകി ജോ ഗുठലിയ എന്താണ് ബാഹർ ഫെങ്തി ഹെ, ആമിന്റെ ഗുठലിയാം എന്തൊക്കെയാണ് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഓക്കെ, മാങ്ങയുടെ അല്ലെ ഫൂൽ ഓർ ഫൽ ഓർ ഫൂൽ കി ജോ ബീജ് ആണ് അല്ലെ. ആംകി ഗുഠലിയാം നേരത്തെ ഇൻസിഡൻസിലായിരുന്നു. ഇവിടെ എന്താണ് ഫൽ ഓർ ഫൂലിന്റെ ബീജ്, ഫലത്തിന്റെയും പൂക്കളുടെ ഒക്കെ ബീജ് എന്താണ് ട്രെയിനിൽ നിന്ന് ഈ സമ്രാന്ത് മഹിള പുറത്തേക്ക് ഖിഡ്കി സെ ബാഹർ ഫെങ്ക് രഹി ഹെ, പുറത്തേക്ക് എന്താണ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ युवक आके पूछ रहा था, एक युवक आके पूछा कि आप क्या कर रहे हैं. ഒരു യുവക വന്നിട്ട് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത്. അപ്പോഴെന്താണ് ഈ ലേഡി പറയുന്നു मैं क्या है दूसरों को जो मदद के लिए क्या ये फल और फूल की बीज फेंक रहा हूं. ഇയാൾ ചോദിച്ചു യുവക तो इसका जो सुख आप तो नहीं ले सकता है, ഇതിന്റെ സുഖം താങ്കൾക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല. എന്താണ് मैं खुद के लिए नहीं, നിസ്വാർത്ഥ സേവ എന്നൊരു പോയിന്റ് ആണ്. സോ ഈ ഒരു പാഠഭാഗത്തിൽ ഏത് ചോദ്യം ചോദിച്ചാലും നിസ്വാർത്ഥമായിട്ടുള്ള സേവകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതൊരു നിസ്വാർത്ഥ സേവയ്ക്ക് ഉദാഹരണമാണ് എന്നൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. സോ നിസ്വാർത്ഥ സേവ എന്നൊരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു മാർക്കിന് എവിടെയെങ്കിലും നമുക്ക് ഉൾപ്പിക്കാൻ പറ്റുന്നതാണ് നിസ്വാർത്ഥ സേവ എന്ന പോയിന്റ്. സോ ഈ വലിയ പാരഗ്രാഫിനെ ഷോർട്ടസ്റ്റ് ആക്കണം. എങ്ങനെ ഷോർട്ടസ്റ്റ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു തലക്കെട്ട് എന്തായാലും വേണേ, തലക്കെട്ട് എന്തായാലും മസ്റ്റാണ്. സംക്ഷേപണം തലക്കെട്ടില്ലെങ്കിൽ മാർക്ക് പോയി. സംക്ഷേപണ തലക്കെട്ടില്ലെങ്കിൽ മാർക്ക് പോയി, ഉറപ്പിച്ചോ. സോ സംക്ഷേപണ തലപ്പെട്ട് എന്തായാലും തലക്കെട്ട് ഒരു ഹെഡ്ലൈൻ മിസ്സാക്കരുത്. സോ ഹെഡ്ലൈൻ എന്താണ്? സമാജ് സേവാക്ക ആനന്ദ്, സാമൂഹ്യ സേവനത്തിന്റെ ആ ഒരു ആനന്ദമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തലക്കെട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്താൽ റെയിൽഗാഡി മേ ബൈഠ്കർ വൃദ്ധ സാമ്രാന്ത് മഹിള സുന്ദർ ഫലോ ഓർ ജോ ഫൂലോ കി ബീജ് ബാഹർ ഫേങ്ക് രഹി തീ. ഫേങ്കിന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. ഫേങ്ക് എന്ന് പറഞ്ഞാൽ ത്രോ ആണല്ലേ, എറിയ എന്നതിനാണ് എന്താണ് ഫേങ്കിന എന്ന് പറയുന്നത്. സോ ഈ ഒരു വൃദ്ധ മഹിള എന്താണ് ട്രെയിനിൽ നിന്ന് എന്താണ് പുറത്തേക്ക് ഫലിന്റെ ഫൂലിന്റെ ഒക്കെ ബീജ് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്.
എന്തുകൊണ്ടായിരുന്നു? ഇസ് ഭവിഷ്യമേ ദൂസറോക്കോ ഫൈദ ഹോഗ. ഇതുകൊണ്ടെന്നാണ് ഫ്യൂച്ചറിൽ മറ്റൊരാൾക്ക് എന്താണ് അതിന്റെ യൂസ്ഫുൾ ഉണ്ടാവും, അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ടെന്നാണ് സമയക്ക സദുപയോഗ് ബി ആനന്ദ് ദേത്താ ഹേ. സമയത്തിന്റെ നല്ല, കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, അതിന്റെ നല്ലൊരു യൂസേജ് ആണ്, നല്ലൊരു ഉപയോഗമാണ്, സദുപയോഗമാണ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഒരു ആനന്ദ് കേന ജോ ആനന്ദ് ദേത്താ ഹേ, ഒരു ആനന്ദം അവർക്ക് നൽകുന്നത്. കാരണം അതിന്റെ ബെനിഫിറ്റ് മറ്റൊരാൾക്ക് കിട്ടുന്നതിലൂടെ കിട്ടുന്ന ആനന്ദമാണ്. അതിൻ്റെയാണ് നിസ്വാർത്ഥ സേവ എന്ന് പറയുന്നത്. വലിയ പാരഗ്രാഫിന് ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി മാറ്റി നമ്മുടെ പരിപാടി തീർന്നു. 6 മാർക്ക് വാങ്ങി. സംശയപണ്ണ് തലക്കെട്ട് എഴുതാൻ മറക്കരുത്. സംശയപണ്ണ് തലക്കെട്ട് എഴുതാൻ മറക്കരുത്. ഓക്കെ, സംശയപണ്ണ് തലക്കെട്ട് മിസ്സാവരുത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി 2-3 സെന്റൻസിൽ ഒതുക്കെ മതി. എന്തിനാണ് ഇന്നും വേറെ എന്തൊക്കെ എഴുതാനില്ലേ? 6 മാർക്ക് പോരെ, എന്തിനാ നമ്മൾ അധികം നോക്കാൻ നിൽക്കുന്നത്? ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കി എഴുതുന്നു, 6 മാർക്ക് അവിടെ വാങ്ങിച്ചെടുക്കുന്നു. ഈസിയായി റെഡി. ക്ലിയർ അല്ലേ? സോ സംശയപണ്ണ് 6 മാർക്ക് എന്തായാലും മിസ്സാക്കരുത്. ഏറ്റവും വലിയ പാരഗ്രാഫിന് ഏറ്റവും ഷോർട്ടസ്റ്റ് ആക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അതിന്റെ എക്സാമ്പിൾ ആണ്. ഒരു വർഷമൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഇത്രയും വാസ്റ്റ് സിലബസിനെ നമ്മൾ എന്താണ് 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഉള്ള ഒരു മെഗാ വൺ ഷോട്ട് ലൈവിലൂടെ തീർക്കുന്ന ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? വലുതിനെ ഏറ്റവും ചെറുതാക്കുന്നതാണ് സംശയപണ്ണ് എന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ഏറ്റവും ചെറുതാക്കുന്നു, തലക്കെട്ടിടാൻ മറക്കരുത് എന്നതോടുകൂടി ഞാൻ നിർത്തുന്നു. 6 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് 6 മാർക്ക് കണ്ണും പൂട്ടിയിട്ട് തന്നെ വാങ്ങിച്ചെടുക്കാമെന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ചോദ്യ പേപ്പറിൽ ഈ ഒരു അനുച്ഛേദ ലേഖനം എന്ന് ജീവൻ വൃത്ത് തന്നിട്ട് അതെന്ത് ചെയ്യണം? അനുച്ഛേദമായിട്ട് സെന്റൻസ് ആക്കി എഴുതുക. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളായിട്ട് നിങ്ങളുടെ പാഠഭാഗത്തിലെ ഏതെങ്കിലും ഒരു ഓതറുടെ ഇതുപോലത്തെ പോയിന്റ്സ് തരും. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുന്നതാണ്, ഇങ്ങനത്തെയാണ് നിങ്ങളുടെ ഇങ്ങനെ ഓതർ തരുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് അല്ലേ? ഇതുപോലെ തരും. നാം എന്താണ്? പവൻ കരണാണ്. ജന്മം എപ്പോഴാണ്? 1964 ജന്മസ്ഥാനം എന്താണ്? നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അനുച്ഛേദ ലേഖനിലേക്ക് അതിനെ സെന്റൻസ് ആക്കി മാറ്റണം എന്നൊരു കാര്യമാണ്. ഈ തന്നതിന് എന്ത് ചെയ്യണം? സെന്റൻസ് ആക്കണം. ഹിന്ദി കെ പ്രമുഖ കവി പവൻ കരൺ കാ ജോ ജന്മ ഹോത്തെ ഹേ 18 ജൂൺ 1964 में हुआ എന്ന രീതിയിൽ തന്നെയല്ലേ നിങ്ങൾ എഴുതാറ്? അല്ലേ റെഡി? സോ അതുകൊണ്ട് നിങ്ങൾ അതേപോലെ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? ഒരു സെന്റൻസ് ആക്കി മാറ്റുന്നു. ആദ്യം തന്നെ ഇതിനെ ഉൾക്കൊള്ളിച്ച് എഴുതുന്നു. എന്താണ്? ഹിന്ദി കെ പ്രസിദ്ധ രചനാകാർ പവൻ കരൺ കാ ജോ ജന്മ 18 ജൂൺ 1964 को എവിടെയാണ്? ഗ്വാളിയർ. സ്പേസിന്റെ ജന്മസ്ഥാനം തന്നിട്ടുണ്ട്. ഗ്വാളിയർ മധ്യപ്രദേശ് മേ ഹുവാ സംഭവിച്ചു. ഹുവാ എന്നത് പലരും ഡൗട്ട് തന്നെയാണ്. എന്താണ് സാർ ഈ ഹുവാ എന്ന് പറഞ്ഞത്? ഹുവാ എന്ന് പറഞ്ഞാൽ ഹാപ്പൻഡ് എന്ന് പറയുന്നത് തന്നെയാണ്. ഓക്കെ, ഹാപ്പൻഡ് എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹുവ എന്ന് ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. സോ അതെന്തായാലും നോട്ട് ചെയ്യണം. അങ്ങനെ എഴുതി. ഇസ് തരഹ് മേ സ്ത്രീ മേരെ ഭീതർ, ഇതൊക്കെയാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള കവിതാ സംഗ്രഹം എന്ന് പറയുന്നത്. അത് സെന്റൻസ് ആക്കി നമുക്ക് എഴുതി. പുരസ്കാർ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരം നമ്മൾ പറയുന്നത് രാം വിലാസ് ശർമ്മ പുരസ്കാർ കേദാർ സമ്മാൻ അദ്ദേഹത്തിന്. ഓക്കെ, രാം വിലാസ് ശർമ്മ പുരസ്കാർ और കേദാർ സമ്മാൻ से वो सम्मानित है. അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവിതാ का जो साधारण जीवन की जो सरकारों की जो വ്യാഖ്യ ഖരാന ഉനക്ക് സാഹിത്യക് ധേൻ ഹെ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ധേൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ്. കവിത സാധാരണ കെ ജീവൻ സരോഖാരോ കി വ്യാഖ്യ, ജനജീവനുകളുടെ ഒരുപാട് സരോഖാറിന്റെ ഒക്കെ വ്യാഖ്യയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ രചനകളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ധേനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലായിട്ട്, റൈറ്റിംഗ് സ്റ്റൈലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു തന്നതിന് അതുപോലെ ഒന്ന് സെന്റൻസിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. ഈസി ആയിട്ട് 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെന്റൻസിൽ എന്ത് ചെയ്യുവാണ്? നേരെ തന്നിട്ടുള്ള പോയിന്റ്സിനെ സെന്റൻസ് ആക്കിയിട്ട് ഒരു പാരഗ്രാഫ് ആക്കി ഇങ്ങനെ എഴുതുന്നു. അയാളുടെ ടൈറ്റിൽ എന്തായാലും എഴുതണം. ആരാണോ ആ ഒരു ഓതറിന്റെ ടൈറ്റിൽ എന്തായാലും നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ, ഹിന്ദി എഴുതുമ്പോൾ എപ്പോഴും ഒരു ഹെഡ്ലൈൻ ടൈറ്റിൽ എഴുതാൻ മറക്കണ്ട. എന്തായാലും ഒരു ടൈറ്റിൽ എഴുതുമ്പോൾ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 6 + 4 10 മാർക്സിന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല ഇതിൽ പ്രാക്ടീസ് ചെയ്താൽ 10 മാർക്ക് നിങ്ങൾക്ക് പോകാതെ തന്നെ ആ ഒരു സംക്ഷേപണമൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഓരോ പാരഗ്രാഫ് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ആനന്ദ് കി ഫുൾ സ്റ്റഡിയിൽ എന്നും ഉണ്ട്. ആനന്ദ് കി ഫുൾ സ്റ്റഡിയിൽ എന്താണ്? എന്നും 4 ഇൻസിഡൻസ് ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംക്ഷേപം ചെയ്തു നോക്കാം. അതിനെ ഷോർട്ടസ്റ്റ് ആക്കി മാറ്റി വെക്കാം. 1, 2, 3 സെന്റൻസിൽ ഒതുക്കുവാണെങ്കിൽ വളരെ നന്നായിട്ട് 6 മാർക്ക് അവിടെ വാങ്ങാം. തലക്കെട്ട് എഴുതാൻ മറക്കരുത്. നേരെ നമ്മൾ ഇവിടെ ഒരു അനുച്ഛേദ ലേഖനിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആ ഒരു ഓതറിന്റെ പേര് എഴുതുന്നു. നേരെ അതിനെന്ത് ചെയ്യുന്നു? ഒരു പാരഗ്രാഫിലേക്ക് അങ്ങ് മാറ്റുന്നു. തന്ന പോയിന്റ്സിനെ, ബുള്ളറ്റ് പോയിന്റ്സിനൊക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു? പാരഗ്രാഫിലേക്ക് മാറുന്നു. ഡും റെഡി? സോ ठीक है बच्चों, हो गया क्लियर. सो इतना മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 10 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. तो ठीक है बच्चों, मिलते हैं अगली खासकर वीडियो के साथ. तब तक धन्यवाद. जय हिंद. अच्छे से पढ़ाई करो. एग्जाम्स तो आने वाला है. सो നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തോളൂ. ഒരുപാട് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഇതുപോലത്തെ എത്ര വീഡിയോസ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് आप जो कमेंट बॉक्स में बोल सकते हैं. कमेंट बॉक्स में അറിയിക്കാൻ സാധിക്കുന്നതാണ്. तो ठीक है बच्चों, मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. अच्छे से अपनी जो पढ़ाई की तैयारी करो. सो मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू. लाइक करना भूलना नहीं, ठीक है.